നമസ്കാരം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനായി രാജ്യവ്യാപക പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി ബി.ജെ.പി. ദേശീയ തലത്തിൽ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി അംഗമാണ്. ഒറ്റ തിരഞ്ഞെടുപ്പ് വിഷയം വിശദീകരിക്കാൻ സംസ്ഥാനങ്ങൾ തോറും സമ്മേളനങ്ങൾ, യോഗങ്ങൾ തുടങ്ങിയവ വിളിച്ചു ചേർക്കുക, മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തുക, പ്രമുഖ മീഡിയ ഇൻഫ്ലുവൻസർമാരുമായി ചർച്ച നടത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചാരണം സംഘടിപ്പിക്കുക, പാർലമെന്റ് അംഗങ്ങൾ അടക്കമുള്ള ജനപ്രതിനിധികൾ ഒറ്റ തിരഞ്ഞെടുപ്പ് വിഷയത്തിൽ പ്രചാരണത്തിന് നേതൃത്വം നൽകുക തുടങ്ങിയവയാണ് സമിതിയുടെ പ്രധാന ദൗത്യങ്ങൾ. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ നേതൃത്വം നൽകുന്ന സമിതിയിൽ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ബൻസാൽ, ദേശീയ സെക്രട്ടറിമാരായ ഓം പ്രകാശ് ധൻഖഡ്, സുരേന്ദ്ര നാഗർ, കാമാഖ്യ പ്രസാദ് താസ തുടങ്ങിയവരാണ് മറ്റംഗങ്ങൾ. കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മേൽനോട്ട ചുമതലയാണ് അനിൽ ആന്റണിക്ക്. 2014 മുതൽ മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം. 1952 ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ മൊത്തം ഒരുമിച്ചാണ് നടന്നത്. അന്ന് ഇത്രയും സംസ്ഥാനങ്ങളില്ലായിരുന്നു. 1967 വരെ ഇതായിരുന്നു പതിവ്. തുടർന്നു കേന്ദ്രത്തിലേക്കും സംസ്ഥാനത്തിലേക്കും ഒരേ സമയം വോട്ടെടുപ്പ് നടക്കുക എന്നതാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തിന്റെ ലക്ഷ്യം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതി വിഷയത്തെക്കുറിച്ച് കൂടുതലായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. തുടർന്ന് കേന്ദ്ര മന്ത്രിസഭ ഈ റിപ്പോർട്ട് അംഗീകരിക്കുകയായിരുന്നു. രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ചോ അല്ലെങ്കിൽ നിശ്ചിത സമയപരിധിക്കുള്ളിലോ പൂർത്തിയാക്കുക എന്നതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമർപ്പിച്ച പഠന റിപ്പോർട്ട് ഏകകണ്ഠമായാണ് അംഗീകരിച്ചത്. ജുഡീഷ്യറിയിലെ ഉയർന്ന റാങ്കിലുള്ള അംഗങ്ങൾ ഈ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിരുന്നു എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നയരൂപീകരണം മെച്ചപ്പെടുത്തുവാനും സാധിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ഗുണം. ഓരോ സംസ്ഥാനത്തിനും ഉയർന്ന സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കാരണമാകും. മാത്രമല്ല, പോളിംഗ് ശതമാനം കൂടും. തെരഞ്ഞെടുപ്പുകളുടെ എണ്ണം കൂടുന്തോറും ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നത് കുറയുന്നതായാണ് പതിവ് എന്നാണ് വാദം. സർക്കാരിന് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവ് കുറയുകയും ചെയ്യും. എന്തായാലും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് നടപ്പാക്കാനാണ് ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യു.എസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.